എവിടെ പോന്ന്? അപ്പോൾ അതേ ഗൈസ്, നമ്മൾ പോകുന്ന വീലാൻഡിലേക്കാണ്. ആകെ ശനിയും ഞായറാണ് ഞാൻ കുറച്ച് ലീവ് എടുക്കുന്ന സമയം. ഇതിൽ നല്ല ഇടയിൽ നിന്ന് റിക്കവർ ആണെങ്കിൽ എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടേ. അപ്പോൾ ശനിയും ഞായറും പിള്ളേരെയും കൂട്ടി ഇങ്ങനെ പാർക്കിലൊക്കെ പോകും. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ വിചാരിച്ചിട്ടില്ല വീലാൻഡ്. കഴിഞ്ഞ ആഴ്ച പോകാൻ കഴിഞ്ഞതാണ്, പക്ഷേ ഓരോരോ സാഹചര്യം കൊണ്ട് കഴിഞ്ഞ ആഴ്ച പോകാൻ പറ്റിയില്ല. അപ്പം നമ്മൾ വേഗം ഇന്ന് പോകുന്നത് വീലാൻഡിലേക്ക്. നമ്മൾ തൃക്കരിപ്പൂരാണെന്ന് അറിയാമല്ലോ. തൃക്കരിപ്പൂർ വെള്ളാപ്പിലാണ് വീലാൻഡ് വരുന്നത്. അടുത്ത് തന്നെയാണ്, നമുക്ക് കുറച്ചൊന്ന് വന്നാൽ വീലാൻഡ് എത്തും. പിന്നെ ഇവർ തന്നെ പാർക്കിംഗ് ഏരിയയും വരുന്നുണ്ട് കേട്ടോ. നല്ലോണം ഇവിടുത്തെ തിരക്ക് കാണണമെങ്കിൽ ഇതായി പാർക്കിംഗ് ഏരിയ കണ്ടാൽ മനസ്സിലാവും എത്രത്തോളം വണ്ടിയുണ്ട്. അങ്ങനെ പാർക്കിംഗ് ഏരിയയിൽ വണ്ടിയും വെച്ച് കുറച്ചൊന്ന് നടന്നിട്ട് പോകണം നമുക്ക് അവിടുന്ന്. നിന്ന് രണ്ടാളും വലിയ ഫ്രണ്ടെല്ലാമായിട്ട് പോകുന്നുണ്ട്. കീരിയുമ്പോൾ പോകുന്നു രണ്ടും. ഇപ്പം അതിൻ്റെ ഉള്ളിൽ കയറിയാടും കാലം പോടും. അങ്ങനെ വീലാൻഡിൽ എത്തിയിട്ട് എൻട്രി ഫീസ് വരുന്നത് 100 രൂപയാണ്. പിന്നെ അവിടെ അൺലിമിറ്റഡ് ആയിട്ട് എല്ലാത്തിനും കയറാൻ വേണ്ടിയിട്ടാണെങ്കിൽ 500-600 രൂപ ആ റേഞ്ചിലാണ് വരുന്നത്. നമ്മൾ ഇതുവരെ അങ്ങനെ കയറിയിട്ടില്ല. ജസ്റ്റ് ഒന്ന് പിള്ളേരുടെ അടുത്ത് കളിക്കാൻ വേണ്ടിയിട്ട് 100 രൂപ കൊടുത്തിട്ടാണ് നമ്മൾ എൻട്രി ഫീസ് കൊടുത്തിട്ടാണ് കയറൽ. അതിന് വേർത്താണ് കേട്ടോ. 100 രൂപ കൊടുത്ത് കയറിയാൽ എന്തോ എത്രത്തോളം ഇവിടെ കാണാനും കേൾക്കാനും അത്രത്തോളം സാധനങ്ങളും എല്ലാ റൈഡും മറ്റ് പല കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ 500 രൂപ കൊടുത്ത് കയറിയാലും നഷ്ടമൊന്നും വരുന്നില്ല കേട്ടോ. അത്രയ്ക്കും വേർത്താണ്. പക്ഷേ നമ്മൾ ഈ കുഞ്ഞിനെയും കൊണ്ടൊക്കെ വരുമ്പം അതൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഐഫിൽ ടവർ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നെ കൂടുതൽ എവിടെയും പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിവിടെ വീലാൻഡിൽ വന്നാൽ പിന്നെ നല്ല സുഖത്ത് കാണാൻ പറ്റും കേട്ടോ. കുഞ്ഞിലായ സങ്കടം മനസ്സിലാവില്ല ഇങ്ങനെ വെള്ളവും അതൊക്കെ കാണുമ്പോൾ. കുഞ്ഞൊന്നും ഇല്ലെങ്കിൽ എപ്പം ഞാൻ കീഞ്ഞിട്ട് കളിച്ചെന്ന് ചോദിച്ചാൽ മതി. എല്ലാവരും കളിക്കുന്ന കാണുമ്പോൾ നല്ല കൊതിയുണ്ട്. എന്ത് പാങ്ങെന്നറിയാം കളിക്കുന്ന കാണാൻ. നോക്കി നിൽക്കലല്ലാണ്ട് വേറെ ഒന്നും ഒരു രക്ഷയില്ല. നമ്മിങ്ങനെ സൺസെറ്റും നോക്കി ഓരോരോ മൂലയ്ക്ക് ഇരിക്കാന്നല്ലാതെ ഇപ്പം ഒന്നും പറ്റത്തില്ല. ഇപ്പം എന്നല്ല, കുറച്ചൊരു ദിവസം കഴിയട്ടെ, ഞാനെല്ലാം തിരിച്ചെടുക്കും. നോക്കിക്കോ. എന്ത് രസമാണെന്നറിയാം ഇവിടെ വന്നിരിക്കാൻ. ഞാൻ ചില സമയത്തൊക്കെ ഭയങ്കര ടെൻഷനാകുന്ന സമയത്തൊക്കെ ഇങ്ങനെ വന്നിരിക്കാറുണ്ട്. അപ്പോൾ ഒന്ന് റിലീഫാവും. മക്കളെയൊക്കെ കൂട്ടി മക്കൾക്ക് കളിക്കാനും. അവർ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ അടുത്തൊന്നും വരില്ല. അവരവിടെ എവിടെയൊക്കെ പോയി കളിച്ചും ചിരിച്ചൊക്കെ നടക്കും. ഒരു മൈൻഡ് റിലീഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എവിടേക്കെങ്കിലും വന്നിരിക്കുന്നത് നല്ല രസമാണ്. അത് രണ്ടെൻ്റെതല്ലേ. ഭയങ്കര കുരുത്തം കെട്ടയാണ് കേട്ടോ. രണ്ടെണ്ണം ഒന്നും പറയണ്ട. പിന്നെ ചേട്ടൻ്റെ ഒരു മോളും ഉണ്ട്. ഇവർ 3 ഒത്തിട്ടാണ് കളിയൊക്കെ. ഇങ്ങോട്ട് പോയാൽ ഇങ്ങോട്ടേക്ക് കണ്ടിട്ടില്ല. അതാണ് ഞാൻ സൂം ചെയ്ത് നോക്കിയത് കേട്ടോ. പിന്നെ ഇവിടെ പിന്നെ എന്താ പ്രത്യേകിച്ച് പറയാനുള്ളത്? വന്നു നേരത്തെ പോയാൽ ഇപ്പാന്ന് കേട്ടോ വന്നത്. ഞാൻ തന്നെ നെട്ടിപ്പോയി. പിന്നെ ഇതെൻ്റെ കുട്ടിക്കുറുമ്പിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ കാഴ്ചകൾ കാണാനും മറ്റു കാര്യങ്ങളൊക്കെ. പിന്നെ ഇവനെപ്പറ്റി എന്താ പറയാനുള്ളത്? കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല. ഒന്നാമത് നല്ല ക്ഷീണമായിട്ടുണ്ടായിരുന്നു. ഒരാഴ്ച കണ്ടിന്യൂ ആയിട്ട് ഓരോരോ കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായിരുന്നു. പിന്നെ ഒരു പോപ്കോണൊക്കെ കഴിച്ച് മെല്ലനെ രാത്രിയായിരുന്നു തിരിച്ചെത്താൻ കേട്ടോ. ഒരു വൈകുന്നേരം 4 മണിക്കെങ്ങാനും നമ്മൾ പോയത്. തിരിച്ചിറങ്ങുമ്പോൾ ഒരു രാത്രി 7:30-8:30 ആയിന്. ഇവിടെ രാവിലെ തൊട്ട് പിന്നെ രാത്രി 10 മണി വരെ എങ്ങാനും ഉണ്ട്. നമുക്ക് കൂടുതലൊന്നും നിന്നില്ല. ഇവരെ കുറച്ച് ഊഞ്ഞാലൊക്കെ ആട്ടി പാട്ട് വെച്ച കളിയാണ് കേട്ടോ ഏട്ടൻ്റെ മോക്ക്. പിന്നെ എൻ്റെ മോളെ കരച്ചിലും തുടങ്ങിയിന്. പിന്നെ കൂടുതൽ സമയം അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ തലവേദനയായിരിക്കും. ഇതൊക്കെ കാണുന്നതിനേക്കാൾ വേഗം പൊറുക്കിയേക്ക് പോകുന്നതല്ലേ. വല്ലാത്ത സങ്കടം. കുഞ്ഞൊന്നും ഇല്ലെങ്കിൽ എപ്പോൾ ഇറങ്ങി ഞാൻ ഇവിടെ നിന്നൊക്കെ തുള്ളി മറിച്ചെന്ന് നോക്കിയാൽ മതി. അപ്പോൾ അടുത്തൊരു മിനി വ്ളോഗായിട്ട് ഞാൻ വേഗം തന്നെ വരാം കേട്ടോ.